ക്രോധ സ്വഭാവമുള്ള വയസ്സൻ. ഒരിടത്തൊരിടത്ത് മൂവാർക്ക് എന്ന നഗരത്തിൽ ഒരു വയസ്സായ ആള് മിസ്റ്റർ റേ എന്ന പേരിൽ താമസിച്ചിരുന്നു. അയാളുടെ പേരിന്റെ അർത്ഥത്തിന് വിപരീതമായിരുന്നു അയാളുടെ സ്വഭാവം. അയാൾ വളരെ ചെറിയ ചെറിയ കാര്യത്തിന് വരെ കുറ്റം പറയുമായിരുന്നു. പിന്നെ അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾക്ക് വരെ മറ്റുള്ളവരെ മാത്രം കുറ്റം പറയുമായിരുന്നു. ഒരു ദിവസം അയാൾ അടുത്തുള്ള പാർക്കിൽ നടക്കാനായി ഇറങ്ങിയപ്പോൾ അയാൾ കേട്ടു അയാളുടെ അയൽക്കാരിയായ മിസ്സസ് കൈൽ പട്ടിയെ ഉറക്ക വഴക്ക് പറയുന്നത്. നീ എന്തിനാണ് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തത്? എന്റെ വീട് വൃത്തിയാക്കാൻ സമ്മതിക്കൂ. ഒന്നും മിണ്ടാതിരിക്കുക കിളവി. ഇപ്പോഴും നോക്കിയാലും ഉറക്കെ നിലവിളിച്ചോണ്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഈ നിലവിളി കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ദേഷ്യത്തോടെ മിസ്റ്റർ റേ പാർക്കിലേക്ക് പോകാനായി ഇറങ്ങി. അയാൾ പാർക്കിലെത്തി അയാളുടെ ഇഷ്ടപ്പെട്ട ബെഞ്ചിലേക്ക് ഇരുന്നു. അയാളുടെ പത്രമെടുത്ത് ശ്വാസം എടുത്തുകൊണ്ട് വായിക്കാൻ തുടങ്ങി. അവസാനം എന്റെ മനസ്സൊന്ന് തണുത്തു. അയാൾ പത്രം വായിക്കാൻ തുടങ്ങിയതും ആരോ വിളിക്കുന്നത് കേട്ടു. എക്സ്ക്യൂസ് മീ. അയാൾ പത്രം മാറ്റി നോക്കിയപ്പോൾ ഒരു ചെറുക്കൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അവന്റെ പേരായിരുന്നു ടിം. എന്താടാ? എക്സ്ക്യൂസ് മീ സർ, അങ്ങെനിക്ക് കുക്കീസ് വാങ്ങാനുള്ള നല്ല മനസ്സ് കാട്ടുമോ? ഞാൻ പറയുന്നത് കേക്ക് ചെറുക്ക. ഒന്നാമത് ഇന്ന് എന്റെ ദിവസം ഒട്ടും ശരിയല്ല. നീയായിട്ട് ഇനി അത് വഷളാക്കാതിരുന്നാ മതി. സർ, ഒരു കൂട് മാത്രം പ്ലീസ്. എനിക്ക് ഒരു കുക്കീസ് പോലും വേണ്ട. ഇവിടുന്ന് പോടാ. ചെറിയ ടിം അവിടെ നിന്ന് ഓടിപ്പോയി. മിസ്റ്റർ റേ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയി. എന്നെ പോലെ കൂടുതൽ ആൾക്കാർ ഇല്ലാത്തത് ഇവിടെ. എന്തിനാണ് ഇവിടെ എല്ലാവരും എപ്പോഴും ശല്യമായി വരുന്നത്? അപ്പോൾ തന്നെ ആ വെള്ളച്ചാട്ടത്തിന്റെ പിറകെ നിന്നും ഒരു യുവാവ് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് വന്നു. എന്താണ് എനിക്ക് എന്റെ സ്വന്തമായി സമയം കിട്ടാത്തത്? എന്താണ് എല്ലാവരും? ശാന്തമാകൂ മിസ്റ്റർ റേ, ഞാനിവിടെ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. ആരാണ് നിങ്ങൾ? എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം? ഞാൻ അറിവിന്റെ ഒരു മാലാഖയാണ്. എന്നെ ഏഞ്ചി എന്ന് വിളിക്കാം. എന്തിന്റെ മാലാഖ? അടുത്തുള്ള നാടക സംഘത്തിൽ നിന്ന് വന്നതാണോ നീ? അവൻ സത്യത്തിൽ ഒരു മാലാഖയായിരുന്നു. അത് വിശ്വസിപ്പിക്കാനായി അവൻ വിരലിനൊടിച്ചു. ഒരു ജോഡി വെള്ളി ഷൂ കാറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. മിസ്റ്റർ റേ അതിശയിച്ചു പോയി. എന്ത്? എന്റെ അമ്മേ, നിങ്ങൾ സത്യത്തിൽ മാലാഖയാണ്? അതെ, ഞാൻ മാലാഖയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. അത് എങ്ങനെയാണ്? ഈ ഷൂ നിങ്ങൾ എടുത്തോളൂ. ആരെങ്കിലും മണ്ടത്തരം കാണിച്ചെന്ന് തോന്നിയാലോ ദേഷ്യം വന്നാലോ നിങ്ങൾ ഇത് ധരിക്കണം. ഈ ഷൂ അതേ നിമിഷം തന്നെ നിങ്ങളെ ആ ആളിന്റെ ജീവിതത്തിൽ കൊണ്ടുപോകും. നിങ്ങളെയും അതേ സ്ഥാനത്ത് നിർത്തും. അഥവാ ആ സ്ഥാനത്ത് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സമ്മാനമായി സ്വർണവും വെള്ളിയും ലഭിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ഷൂസ് നിങ്ങളെ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിൽത്താൻ സഹായിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആർത്തി കാരണം അയാൾ ഉടനടി തന്നെ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഓർക്കൂ, അഥവാ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അത് തെറ്റുകാരനാണെന്ന്, അപ്പോൾ ആ ഷൂ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഞാനല്ല തെറ്റുകാരൻ, ഒരിക്കലും ആവില്ല. ശരി ശരി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മാലാഖ അവിടെ നിന്നും പോയി. മിസ്റ്റർ റേ ആ ഷൂ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം അയാൾ എഴുന്നേറ്റപ്പോൾ അയാൾ അയൽക്കാരി മിസ്സസ് കൈലയുടെ നിലവിളി കേട്ടു. ഓ, നീ എന്നെ എന്തുകൊണ്ട് ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല? മാലാഖമാരുടെ നാമത്തിൽ നീ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. അവരുടെ ആ ശബ്ദം കേട്ട് മിസ്റ്റർ റേ വളരെയധികം ദേഷ്യപ്പെട്ടു. ആ വെള്ളി ഷൂസിനെ കുറിച്ച് ആലോചിച്ചു. അയാൾ അതിനെ ധരിച്ച് അയാൾ അതിന്റെ അവസാനത്തെ ലേസ് കെട്ടിയപ്പോൾ അയാൾ എഴുന്നേറ്റത് മിസ്സസ് കൈലിന്റെ വീട്ടിൽ. വാവ്, ഇത് ശരിക്കും സത്യമാണല്ലോ അല്ലേ? അപ്പോൾ തന്നെ പട്ടി അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ദൂരെ പോകൂ നായേ. ഓ, നായയിൽ നിന്നും ദൂരെ പോയി അവർ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഓ, എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. നോക്കട്ടെ എന്താണ് ആ കിളവയുടെ കയ്യിലുള്ളതെന്ന്. അവർക്ക് ഒരു പാക്കറ്റ് ബീൻസ് കിട്ടി. ഓ, ബീൻസ്, യമ്മി യമ്മി, ഞാൻ ഉടനെ ഉണ്ടാക്കാം. അവർ ആ ബീൻസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ മനസ്സിലായി ആ നായ അവരുടെ ഉടുപ്പിൽ കടിക്കുകയാണെന്ന്.
എന്താണിത്? എന്നെ വെറുതെ വിട്. പക്ഷെ ആ പട്ടി അത് കേട്ടില്ല. ആ പട്ടി അവരുടെ ഉടുപ്പിൽ കടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉടനടി എല്ലാ ബീൻസും പാത്രത്തോടെ താഴെ വീണു. അതവരെ വളരെയധികം ദേഷ്യപ്പെടുത്തി. അങ്ങനെ അവർ ഉറക്കെ നിലവിളിച്ചു, നീ എന്തുകൊണ്ട് എന്നെ ആഹാരമുണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല? മാലാഖമാരെയെങ്കിലും ഓർത്ത് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കാൻ അനുവദിക്കൂ, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ അവർക്ക് അവരുടെ തന്നെ ശബ്ദം അടുത്ത വീട്ടിൽ നിന്നും കേട്ടു. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കോ കിളവി? എപ്പോ നോക്കിയാലും നിലവിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ശല്യം കാരണം എനിക്ക് രാത്രി കിടന്നുറങ്ങാനേ പറ്റുന്നില്ല. സത്യം മനസ്സിലാക്കി അവരുടെ കണ്ണു തുറന്നു. നിമിഷങ്ങൾ കൊണ്ട് മിസ്റ്റർ റേ സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു. ഒരു കണ്ണുനീർ അയാളുടെ കണ്ണിൽ നിന്ന് വീണു. അയാൾ ഉടനടി അത് തുടച്ചു കളഞ്ഞു. ഇല്ല ഇല്ല, എനിക്ക് തെറ്റ് പറ്റാറില്ല. ആ മാലാഖ എന്നെ പറ്റിച്ചതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി. പക്ഷെ അയാൾക്ക് മനസ്സിലായിരുന്നു അയാൾ ഇപ്പോഴും ആ വെള്ളി ഷൂ ധരിച്ചിരിക്കുന്നുവെന്ന്. അയാൾ പാർക്കിലെത്തി എന്നും ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പത്രം തുറന്ന് വായിച്ചു. അപ്പോൾ അയാൾ വീണ്ടും ആ ടിം ചെറുക്കന്റെ ശബ്ദം കേട്ടു. എക്സ്ക്യൂസ് മീ സർ, ദയവായി ഇന്നെങ്കിലും ഒരു കുക്കീസ് വാങ്ങുമോ? ദയവായി. എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞില്ലേടാ. ഒരു പ്രകാശത്തോടെ മിസ്റ്റർ റേ ഇപ്പോൾ ടിമ്മായി മാറിയിരുന്നു. എഴുന്നേൽക്കൂ ടിം. അയാൾ കണ്ണു തുറന്നു. ഒരു തളർന്ന സ്ത്രീയെ കണ്ടു. പുറത്തുപോയി ആ കുക്കീസ് വിറ്റിട്ട് വരൂ മകനെ. എനിക്കിന്നും പോകാനാവുമെന്ന് തോന്നുന്നില്ല. അവനൊന്നും പറഞ്ഞില്ല. അവിടെ കിടന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാവട്ടെ. പിന്നെ ഇന്ന് കുറെ കുക്കീസ് വിൽക്കണം, എന്നാലേ ഇന്ന് പണം കൊടുക്കാനാവൂ. ഉടമസ്ഥൻ വരൂ ഇന്ന്, ഇല്ലെങ്കിൽ നമ്മൾക്ക് താമസിക്കാൻ എങ്ങും തന്നെ ഇടമില്ലാതാകും. അങ്ങനെ വീണ്ടും കണ്ണുനീർ കണ്ണിലൂടെ വന്നു. മനസ്സിലാക്കി അയാൾ വീണ്ടും തെറ്റുകാരനാണെന്ന്. നിമിഷങ്ങൾ കൊണ്ട് അയാൾ വീണ്ടും പാർക്കിൽ ബെഞ്ചിലേക്ക് തിരിച്ചെത്തി. കണ്ണുനീർ വന്നതോടെ മുഖം മാറി. അയാൾ നോക്കി. പാവം ടിം തലകുനിച്ച് അവിടെ നിന്നും പോകുന്നത് കണ്ടു. അയാൾ എഴുന്നേറ്റ് അവന്റെ പിറകെ ഓടി. നിൽക്കൂ. ടിം തിരിച്ചു നോക്കിയപ്പോൾ മിസ്റ്റർ റേ അവന്റെ അടുത്ത് ഓടി വന്നു. അവനെ കെട്ടിപ്പിടിച്ചു. എന്റെ പൊന്നു മോനെ, എന്നോട് നീ ക്ഷമിക്കണം. അതിലൊന്നുമില്ല, അങ്ങേക്ക് കുക്കീസ് ഇഷ്ടമില്ല. ഓ ദൈവമേ, എനിക്ക് കുക്കീസ് ഇഷ്ടമാണ്. നിന്റെ കയ്യിലുള്ളതെല്ലാം എനിക്ക് തരൂ. ഞാൻ നിനക്ക് മുഴുവൻ മാസത്തേക്കും നീ ഉണ്ടാക്കുന്ന കുക്കീസിന് പൈസ തരാം. ഇന്നാ ഈ പണം നീ വാങ്ങ്. എനിക്ക് നാളെ വീണ്ടും കുക്കീസ് കൊണ്ടുവരണം. സന്തോഷത്തോടെ ടിം അയാളെ ഉമ്മ വെച്ചു. എല്ലാ കുക്കീസും അയാൾക്ക് കൊടുത്തു. അതേ ദിവസം തന്നെ മിസ്റ്റർ റേ മിസ്സിസ് കയലിന്റെ വീട്ടിലെത്തി. അവർക്ക് എല്ലാ കുക്കീസും നൽകി. ഓ, ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഓ, അത് നമുക്കൊരു കാര്യം പറയാം. ഞാനൊരു നല്ല അയൽക്കാരനല്ലായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ക്ഷമ പറയുന്നത്. നിങ്ങൾ വളരെ നല്ല ആളാണ് മിസ്റ്റർ റേ. ഓ, ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ അന്നു മുതൽ മിസ്റ്റർ റേ വലിയ ദേഷ്യക്കാരനിൽ നിന്നും വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായി മാറി. അയാൾ ഒരിക്കലും ഒരാളോടും ദേഷ്യപ്പെട്ടില്ല. ടിമ്മും റേയും നല്ല കൂട്ടുകാരായി മാറി. ആ വെള്ളി ഷൂവിന്റെ കാര്യമാണെങ്കിൽ അയാൾ അതിനെ മുറിയിൽ ഒരോർമ്മയ്ക്കായി വെച്ചു. സഹാനുഭൂതി കാട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ആരെയും കുറ്റം പറയുന്നതിന് മുന്നേ അവരുടെ ഭാഗത്തുനിന്നും നമ്മൾ ചിന്തിക്കണമെന്ന്